ചെങ്ങൈമാരെ കോഴിക്കോട് ഹാർബറാണ് കേട്ടത്. കോഴിക്കോട് ഹാർബറിൽ ഒന്ന് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മീൻപിടുത്തം കൂടി ഉണ്ട്. ഹാർബർ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് മീൻപിടുത്തം തുടങ്ങട്ടാ. കോഴിക്കോട് ഹാർബർ ഒന്ന് കണ്ടോളി എല്ലാവരും. ഇതാണ് കോഴിക്കോട് ഹാർബറിൽ മീൻ കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെ കാണുന്നത്. രാവിലത്തെ കാഴ്ചയാണ് ഇതൊക്കെ. കുറേ ആളുകളുണ്ട്, മീൻ വാങ്ങാൻ വന്നതുണ്ട്, മീൻ പിടിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. കണ്ട നല്ല അടിപൊളി മത്തികളാണിത്. നല്ല ഫ്രഷ് മത്തി, ഐസിടാത്ത തോണിക്കാരൻ മത്തികളാട്ടാ. ഈ മത്തിയൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് മരുന്നില്ല, മായല്ല, ഒന്നുമില്ലാത്ത മീനുകളാണ്. ഞാനും സുഹൃത്ത് ഹമീദും കൂടിയാണ് രാവിലെ മീൻ പിടിക്കാൻ ഇവിടെ എത്തിയത്. അപ്പം ആദ്യം തന്നെ ഇവിടുത്തെ മീൻ കച്ചവടവും മീൻ കൊണ്ടുവരുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് മീൻ പിടിക്കാൻ പോവാന്ന് കരുതി. ഇനി വില കുറഞ്ഞ് മീൻ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി വേഗം വീട്ടിലും പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പോരുമ്പോൾ മീൻ വാങ്ങാനും സാധിച്ചതുമില്ല. അപ്പം വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇതൊക്കെ. അപ്പം ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെ മീനാണ് ഇവിടെ ഉള്ളത് എന്നിട്ടാ. മത്തി, കോലി, പിന്നെ മാന്തള് ഒക്കെയാണ് രാവിലെ ഇവിടെ കണ്ടത്. മാന്ത കണ്ട നല്ല പടക്കണ മാന്തകളതിന്. ഫ്രഷ് മാന്ത വലയിന്ന് എടുത്തതാണിത്. ഐസിടാത്ത നല്ല അടിപൊളി മാന്തകളാട്ട. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടാ അടിപൊളി മാന്തയും മത്തിയൊക്കെയാണ്. ഇവിടെ വന്നാല് വിലക്കുറവില് നല്ല മീൻ കിട്ടും. രാവിലെ വന്നാൽ മതി. ഹാർബറില്, കോഴിക്കോട് വെള്ളയിൽ ഹാർബറാണിത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇതാണ് മത്തിച്ചാകരട്ടാ. ഹാർബറിനടുത്ത് കടലിൽ തന്നെ മത്തിച്ചാകര വന്ന ബോട്ടുകൾ വളഞ്ഞ് പിടിക്കാനിട്ടത്. ഇനിതാ ഞങ്ങളിതാ വലയിടാൻ പറ്റിയ സ്പോട്ട് നോക്കി നടന്നപ്പോൾ അവിടെ കണ്ടതിട്ടാ. നല്ല മീൻ മറിയണത് കണ്ട് അങ്ങനെ അവിടെ തന്നെ ഇതാ വളഞ്ഞന്. എന്ത് മീനാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ മീൻപിടുത്തം തുടങ്ങിയിട്ടാ. ഡിസ്കോ വല വളഞ്ഞുള്ള മീൻപിടുത്താണിത്. അരയ്ക്ക് വെള്ളത്തിൽ ആണ് ഈ മീൻപിടുത്തം. അധികം വെള്ളമൊന്നുമില്ലാത്ത സ്പോട്ട് തിരഞ്ഞെടുത്തതാണ് ഇവിടെ. അങ്ങനെ വലയും കൊണ്ട് ഇതാ വളഞ്ഞ് വരുന്നുണ്ട് കേട്ടാ. ഇനി എന്തൊക്കെ മീനാണ് നമ്മളെ വലയെ കൊടുങ്ങാന്ന് കാണാം. ഡിസ്കോ വല ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മളെ മീൻപിടുത്തം. ആ വലയിൽ പലതരം മീനുകൾ കിട്ടും. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മീനുകളും കിട്ടും കേട്ടോ നമ്മളെ വലയിൽ. അങ്ങനെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കിയ വലയാണ്. നല്ല മീൻ കിട്ടുന്നുണ്ട്. ഞങ്ങളൊന്ന് പരീക്ഷണമൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് മീൻ കിട്ടീനെ. അന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നാണ് വീഡിയോ എടുക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മളെ ഡിസ്കോ വലയിലെ മീൻപിടുത്തം ദാ റൗണ്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഒരറ്റം കല്ലിൻ്റെ അവിടെ കണിച്ചു വെച്ചതിന് ശേഷം മറ്റേ അറ്റം ദാ റൗണ്ട് ചെയ്ത് ഇവിടെ എത്തി. ഡിസ്കോ വല കൂട്ടി കഴിഞ്ഞിട്ടാ. റൗണ്ട് ചെയ്ത് കൂട്ടി ഇതാ കൊണ്ടുവരികയാണ്. ഇനി എന്തൊക്കെ മീനാണ് ഈ വലയിൽ കിട്ടാൻ നോക്കാം. നല്ല മീനുകൾ ഇതാ കുടുങ്ങിട്ടാ. കാരടാണ് കിട്ടിയത്. കാരട് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കുത്തിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലാണ്. ചിലപ്പോൾ ടീറ്റൊക്കെ അടിക്കേണ്ടി വരും. കുത്തി കഴിഞ്ഞാൽ അവിടെ കൈക്കാണ് കുത്തുന്ന വെച്ചാൽ അവിടെ ഇങ്ങനെ പൊങ്ങി വരും കൈ, നീര് വെക്കും കൈ. എന്നപ്പോ നല്ല ശ്രദ്ധിക്കണം ഇതിനെ പിടിക്കുമ്പോൾ. പോയിസണുള്ള മീനാണിത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആർക്ക് കിട്ടുകയാണെങ്കിലും. അങ്ങനെ ആ കരയ്ക്ക് എത്തിച്ച് വലഞ്ഞ് മീനൊക്കെ എടുക്കുകയാണ്. എന്തൊക്കെ മീനാണ് ഉള്ളത് നോക്കാം അതിൽ. മീൻപിടുത്തം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ രാവിലത്തെ നമ്മളെ കോഴിക്കോട് ഹാർബറിലെ മീൻപിടുത്താട്ടാ. നമ്മളെ സുഹൃത്ത് ഹമീദാണ് ക്യാമറ പിടിക്കുന്നത്. മീനെ എടുക്കുക. ഇനി എന്തൊക്കെ മീനാണ് ഇതിലുള്ളതെന്ന് ഒക്കെ കാണാട്ടാ. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഹമീദിന് ഇതാ കൈക്ക് കാരട് കുത്തിയിട്ടാ. കൈ ഇനി വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മീനാണ് കാരടു. ഇതാണ് കുത്തിയത്. വലയെടുത്തപ്പോൾ കുത്തിയതാണ്. നല്ല ശ്രദ്ധിക്കണം മീൻ എടുക്കുമ്പോൾ. നല്ല ടേസ്റ്റുള്ള മീനാണ്. മുള്ള് ഭയങ്കര ഡേഞ്ചറാണ്. ഈ മുള്ള് കുത്തി കഴിഞ്ഞാൽ തീറ്റടിക്കേണ്ടി വരും. ഇനിയും ഡേറ്റ മീൻ ഇതാ. വീണ്ടും നമുക്ക് ഇതാ കാരട് കിട്ടിയിട്ടോ. കാരടാണിത്. നല്ല
നല്ല കാരടും ശ്രദ്ധിക്കണത്. ഇത് നമ്മൾ വിചാരിച്ച കുത്തിയിട്ടല്ല കേട്ടോ എന്നാല് ഞാനിതാ വീണ്ടും കാരടിട്ടാ. കാരണം കാരട് ഫാമിലിയെ കുടുങ്ങിയ തോന്നുന്നുണ്ട്. ഒരു 3 ആൾക്കാർ പോയി, 2 ആൾക്കാർ ഇതിൻ്റെ കാണുന്നുണ്ട്. ഞാൻ ഫോട്ടോ കടങ്ങി പോരെ കേട്ടാ വീണ്ടും അടുത്ത കിട്ടിയേ കാണിക്കിട്ടോ. എൻ്റെ കണ്ട കട്ടാക്കിയാണ് നാല് നോട്ടെ ഏത് കാൽമ കണ്ട കുറച്ച് വലിപ്പമുള്ളതാട്ടോ കിട്ടിയ, കൂട്ടത്തിൽ വലിപ്പമുള്ളതാ. ഈ കാരടുകൾ കുറച്ച് കിട്ടിയത് മീൻ ഒരു കൂട്ടരാ കാരട് കൂട്ടങ്ങൾ തന്നെയാണ് കുടുങ്ങിയത്. ഇവിടെ ഇട്ട് വന്ന ഏതാ വീണ്ടും കുടിയിട്ടാ ചങ്ങന്മാരെ. നല്ല അടി കാരട് ആണ്, അടിച്ചുപൊളി മീനാണ്, ശ്രദ്ധിക്കണം എന്നുള്ളൂ. കൈ തൂക്കിടാൻ പറ്റില്ല. കടിച്ചോളിയോ അങ്ങനെ കൈക്കൊന്ന് തട്ടി നല്ല കടച്ചിലാണ്. ഡേഞ്ചർ മീനാണിത്. കുത്തി കഴിഞ്ഞാലേ നല്ല കടച്ചിലാണ്. നല്ലതാ ഇവിടെയുള്ള മുള്ള് തട്ടി. ഇത് പരല് പോലത്തെ ഒരു മീൻ കൂടി കേട്ടാ. എന്ത് മീനാ അറിയില്ല. ഈ മീനുകളാണ്. ഇതെന്ത് മീനാണ് പേര് നിച്ചല്ല, പേരറിയാത്ത മീനുകളാണ് വല കുടുങ്ങിയത്. അപ്പോൾ നമ്മളെ ഡിസ്കോ വലയിൽ കുടുങ്ങണ ഇങ്ങനത്തെ മീനുകൾ വരെ ഡിസ്കോ വലയിൽ കുടുങ്ങും. നമ്മൾ പെട്ടിയില്ല. ചില മീനുകളെ പറ്റി ഇതാ പെട്ടിയില്ല. മീൻ കിട്ടി. ഇതൊക്കെ നല്ല കുത്തിയാ കടച്ചിലെടുക്കണ മീനുകളാണ്. അതങ്ങനെ പെടക്കണ പറ്റ ഇപ്പോൾ മയ്യത്തായിരുന്നു തോന്നുന്നു. എടാ നമ്മളെ പെട്ടിയിലിട്ടാ ആൾക്കാരെ വേണം. ഒന്നും കൂടി ഉണ്ട് ഇവിടെ മടുക്കണപ്പാ. കാല് പൊട്ടിച്ചാള്. പെട്ടിയടിക്കാൻ പെട്ടി ഇട്ടോട്. നല്ല മടിക്രാബ്. നല്ല ടേസ്റ്റുള്ള ഞണ്ട, നല്ല വില ഉണ്ട് ഇതിന്. ഇത് കിലോ 1 കിലോ ആയാലും 2000 രൂപ വരുന്ന ഞണ്ട. അത് 2000 രൂപ വില വരും ഇതിന്. എടുത്ത് അങ്ങനെ വീണ്ടും എന്താ ഒരു പറ്റീനെ കിട്ടിയിട്ട് നമുക്ക് പെടക്കണ പറ്റ കണ്ട അങ്ങനെ രാവിലത്തെ ഒരു വലയിടൽ കഴിഞ്ഞിട്ട് അത്ര മീനാണ് കിട്ടിയത്. ഒറ്റ വലക്ക് അത്യാവശ്യം മീൻ ഉണ്ട് കേട്ടോ. പിന്നെ ഞണ്ടൊക്കെ ഉണ്ട്, വറ്റമീന്, കാരട്, ഇതൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും.